ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഷവായി ചിക്കനാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ പോകുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മാത്രമാണ് ഞാൻ അടുത്ത പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ എനിക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യുക, അതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് മസാല ഷവായി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കിലോൻ്റെ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ അതിൻ്റെ കാലിലും അതിന് മേലൊക്കെ ഇങ്ങനെ വരിഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് മസാല തേച്ച് നല്ല സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം വലിയൊരു ബൗൾ, നമുക്ക് മസാല എല്ലാ സൗകര്യത്തിന് വേണ്ടി വലിയൊരു ബൗൾ തന്നെ എടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ്. അത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 1 ടേബിൾ സ്പൂൺ സാധാരണ നമ്മുടെ നോർമൽ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മളിട്ട് കൊടുത്തത് 1 ടേബിൾ സ്പൂൺ തൈരാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ്, നമുക്ക് ആവശ്യമനുസരിച്ച് അതിട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് കളർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ആഡ് ചെയ്യാൻ കേട്ടോ. ഞാൻ വിട്ടുപോയതാണ്, ഞാൻ ലാസ്റ്റ് എല്ലാം മാഗ്നേറ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കിയതിന് ശേഷമാണ് ഞാൻ തേച്ച് പിടിപ്പിച്ച് കൊടുത്തത്. വിട്ടുപോയതാണ്, അതെന്തായാലും കോൺഫ്ലവർ നിർബന്ധമാണ് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാല നന്നായിട്ട് വെള്ളം ആഡ് ചെയ്യേണ്ട, കാരണം ആ തൈരിൻ്റെ ഇതിന് തന്നെ നമുക്ക് മസാല സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ മസാല എല്ലാം സെറ്റാക്കി എടുത്തിട്ട് ഇനി നമുക്ക് വരിഞ്ഞിട്ട് തന്നെ ഇടണം കേട്ടോ. അത് കാരണം എന്നാലാണ് ചിക്കനൊക്കെ എൻ്റെ ഉള്ളിലേക്ക് ഒന്ന് സെറ്റ് ആവുള്ളൂ. നന്നായിട്ട് ആ ഗ്യാപ്പിലും അതുപോലെ അതിൻ്റെ കാലിൻ്റെ ഇട, അതുപോലെ ആ കഴുത്തിൻ്റെ ഗ്യാപ്പിലും അങ്ങനെ എല്ലായിടത്തും നമ്മൾ മസാല ഉള്ളിലേക്കൊക്കെ നല്ല മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ അതിൻ്റെ ബാക്ക് സൈഡിലും നമ്മൾ ഇതേപോലെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ഫുൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര നമുക്ക് ടൈം കിട്ടുന്ന 1 മണിക്കൂർ 2 മണിക്കൂർ എത്ര വെച്ചാലും അത്രയും ആ മസാല ആകുമ്പോൾ പിടിച്ചൊന്ന് സെറ്റാവും. നമുക്ക് ഉണ്ടാക്കുന്നതിൻ്റെ 1-2 മണിക്കൂർ മുന്നേ തേച്ച് വെച്ചാലും നന്നായിട്ട് സെറ്റ് ചെയ്ത് കേട്ടോ. നമുക്ക് സൗകര്യം അനുസരിച്ചിട്ട് നമ്മൾ അതിന് ടൈം സെറ്റ് ചെയ്തിട്ട് വെക്കുക. മസാല എത്രത്തോളം നമ്മൾ പിടിക്കുന്നോ അത്രയും ടേസ്റ്റാണ്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. നമുക്ക് വേണ്ടത് ഒരു കുക്കറാണ്. കുക്കർ എടുത്തിട്ട് ചിക്കൻ ഇതുപോലെ നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് തുള്ളി വെള്ളം, അതായത് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം പോലെ തുള്ളി ഒഴിക്കുക. അതിന് അടി പിടിക്കാതിരിക്കും. എനിക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിൽ തുള്ളി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. നമുക്കത് അടച്ച് വെച്ചിട്ട് കറക്റ്റ് ഒരു വിസിൽ കൂടാൻ പാടില്ല. 2 വിസിൽ കഴിയണമെങ്കിൽ ചിക്കൻ ഒരുപാട് വേവാവും. നമുക്കത് ചിക്കൻ കറക്റ്റായിട്ട് തന്നെ കിട്ടണം. ഞാൻ ഒരു വിസിലിന് ശേഷം ഓഫാക്കി തുറന്നത് അതുപോലത്തെ ആയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് അങ്ങോട്ട് നമ്മുടെ ചിക്കൻ എല്ലുമ്പോൾ ഇങ്ങനെ വേറിട്ട് പോകുന്ന അതുപോലെ ആവാൻ പാടില്ല. കറക്റ്റ് ഒരു വിസിലിന് ഓഫാക്കാം കേട്ടോ. ഇനി അതിന് ശേഷം ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. പാൻ ചൂടാക്കിയ ശേഷം ഓയിൽ ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഓയിൽ വെച്ചാൽ നമ്മൾ അതിൻ്റെ ചിക്കൻ്റെ അടിഭാഗം മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ ഉള്ള ഓയിൽ നമ്മൾ ഒഴിച്ച് കൊടുക്കണം. നമ്മളെപ്പോഴും ചിക്കൻ ഇട്ട് കൊടുക്കുന്നവരെ ഹൈയിൽ തന്നെ ഇടുക, എണ്ണ കൂടാവാനൊക്കെ വേണ്ടിയിട്ട്. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മീഡിയത്തിൽ വേണം കേട്ടോ അത് ഇടാൻ. കാരണം ഒരുപാട് ഫ്ലെയിം ആയാൽ അത് നല്ല ഒരുപാട് കരിഞ്ഞു പോവും, ഉള്ളത്രതായിട്ട് കിട്ടില്ല. അപ്പോൾ അതിന് മീഡിയത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു സൈഡ് ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒന്നുകൂടി നമുക്ക് 2-3 വട്ടം ഇതേപോലെ ഫ്രൈ ആയി നമുക്ക് കണ്ടാൽ അറിയാലോ, അതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതവിടെ ഞാൻ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് എല്ലായിടത്തും ഫ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇവിടെ ഫ്രൈ ആയി എടുത്ത് മാറ്റാം കേട്ടോ. നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാനൊരു ഗ്രേവി വേണം. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ആ ഓയിലിൽ നിന്ന് കുറച്ച് ഓയിൽ എടുത്ത് മാറ്റിയതിന് ശേഷം ഒരു ഉള്ളി നമ്മൾ ഗാർലിക് ചിക്കനൊക്കെ അരിയില്ല അതേപോലെ അരിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഒരുപാട് വാടിക്കൊഴിയൊന്നും വേണ്ട. വാടിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് വാട്ടി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മസാല പറ്റിയ പാത്രത്തിൽ കുറച്ച് മസാല ബാക്കി ഉണ്ടാവും. ആ മസാല മാത്രം ഇട്ട് കൊടുക്കുക. നമ്മൾ വേറെ പൊടികളൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ആ മസാല ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കുക്കറിലും കുറച്ച് ഗ്രേവി ബാക്കി ഉണ്ടാവും, നമ്മൾ വേവിച്ചതിൻ്റെ മസാല ഉണ്ടാവും, അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മസാലകളൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ അതിലെ ഗ്രേവിയിൽ. ഇനി അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കി കഴിഞ്ഞാൽ ഹാഫ് ക്യാപ്സിക്കം കേട്ടോ, ഹാഫ് മതി, അതും ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം പിന്നെ അത് ഒരുപാട് വേവൊന്നും വേണ്ട കേട്ടോ. നമുക്കത് കടിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ജസ്റ്റ് ഒന്ന് ഒരു 2-3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ക്യാപ്സിക്കം വേവുമല്ലോ, ഒരുപാട് വാടൊന്നും വേണ്ട. അപ്പോൾ അത് പെട്ടെന്ന് കുറുകും കോൺഫ്ലോറിലുണ്ട് തന്നെ. അപ്പോൾ അതാ കറിയൊക്കെ ഒന്ന് തിളച്ച് കുറുകി സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാം. നമ്മുടെ മസാല ഷവായും ഗ്രേവി റെഡി ആയിട്ടുണ്ട്. മസാല നമ്മളിങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ കുറച്ച് മസാലയിൽ ഒന്നിട്ട് ജസ്റ്റ് ഫ്രൈ ആയതിനു ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ടാലും കുഴപ്പമില്ല. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. വലിയ കഴിക്കുകയാണെങ്കിൽ ആ മസാലയിൽ നമ്മൾ പരട്ടിയ മസാല ബാക്കി ഉണ്ടാവില്ല, അതിൽ ജസ്റ്റ് ഇങ്ങനെ പരട്ടെടുത്താലും മതിയിട്ട്. നല്ല സോഫ്റ്റാണ്, നല്ല ക്രിസ്പി, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ട്. ഉള്ളൊക്കെ കറക്റ്റായിട്ട് തന്നെ കാരണം ഞാൻ ഒരുപാട് അങ്ങോട്ട് താക്കുന്നില്ല. ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് കൊണ്ട് പൊട്ടിച്ച് നാശാക്കുന്നില്ല കേട്ടോ. അതാ
അത് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അതിന് കൂടെ ഞാൻ കഴിക്കാൻ എടുത്തിരിക്കുന്നത് കുബൂസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീ റൈസ്, പത്തിരി എല്ലാം ഇതിൻ്റെ കൂടെ പറ്റും. പൊറോട്ട ഒക്കെ പറ്റും. ഇത് നമ്മുടെ ഗ്രേവി ഇതാ തിക്കായിട്ടുള്ള ക്യാപ്സിക്കത്തിൻ്റെ ഗ്രേവി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.